ബിരിയാണിയേക്കാൾ എളുപ്പത്തിൽ മന്തി ഉണ്ടാക്കാന്നുള്ളതുകൊണ്ടാണ് മന്തിക്ക് ഇത്രയും പ്രചാരം കിട്ടിയത്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുലാവാട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയം മതി. ഒരു പ്രാവശ്യം ഉണ്ടാക്കി ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള 2-3 ടേബിൾ സ്പൂൺ കട്ടത്തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് മാറ്റി വെക്കാം. ഈ ഒരു പുലാവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അരിയലോ മുറിക്കലോ വയറ്റലോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ശടപടയെന്ന് അങ്ങോട്ട് തീരും. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് സെല്ലാ റൈസ് നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് 1/2 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു സമയം നമുക്ക് ഒരു സവാള നേരിയതാക്കി അരിഞ്ഞത് ഒന്ന് പൊരിച്ചെടുക്കാം. അത്യാവശ്യം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുക ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മൊത്തത്തിൽ അങ്ങോട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം കുക്കായി വന്നാൽ അതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല അത്രയും മാത്രം മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ലേ. അത്രയും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ സെയിം പാനിൽ അതേ സെയിം എണ്ണയിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി കുതിർത്ത് വാർത്ത് വെച്ചിട്ടുള്ള ബസ്മതി അരിയും അരിയുടെ ഇരട്ടി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നോർമലി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ റൈസും കൂടി ആവശ്യത്തിന് കുക്കായി വന്നാൽ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ അതിൻ്റെ മേലേക്ക് വെക്കുക. പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിരത്തിയതിന് ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. ഓവർ ചെയ്യരുത് കേട്ടോ. അത്രയും മതി. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ പുലാവാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ട്രൈ നോക്കാം, ഫീഡ്ബാക്ക്സ് അറിയാം.